അമൃത സുരേഷും ബാലയും തമ്മിലുള്ള വിവാഹമോചനത്തെ ചൊല്ലിയുള്ള വാർത്തകളും വിവാദങ്ങളും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. ബാലയുടെ അഭിമുഖത്തിനെതിരെ മകൾ പാപ്പു രംഗത്തെത്തുകയായിരുന്നു. പിന്നീട് അമൃത സുരേഷും നടനെതിരെ തുറന്നടിച്ചു. ആദ്യമായി വിവാഹമോചനത്തിന്റെ കാരണങ്ങളെക്കുറിച്ചും അമൃത വെളിപ്പെടുത്തി. ഇതിന് പിന്നാലെ വലിയ സൈബർ ആക്രമണമാണ് അമൃതയ്ക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നത്. ഇപ്പോഴത്തെ അമൃതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അമൃതയുടെ സഹോദരി അഭിരാമിയാണ് ഇക്കാര്യം പങ്കിട്ടത്. ആശുപത്രിയിൽ നിന്നുള്ള അമൃതയുടെ ചിത്രമാണ് അഭിരാമി പങ്കുവച്ചത്. ഇത്രയും മതിയെന്നും എൻ്റെ ചേച്ചിയെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിപ്പിക്കുന്നത് അവസാനിക്കൂ എന്നും ഫോട്ടോയ്ക്ക് താഴെ പങ്കിട്ട കുറിപ്പിൽ അഭിരാമി സുരേഷ് പറയുന്നു. ഞാൻ നിങ്ങളെ വെറുക്കുകയാണെന്നും അവൾ ഇനിയെങ്കിലും ജീവിച്ചോട്ടെയെന്നും നിങ്ങൾക്കിപ്പോൾ സന്തോഷമായെന്നും അഭിരാമി കുറിപ്പിൽ പറയുന്നുണ്ട്. അതേസമയം ഈ പോസ്റ്റ് അഭിരാമി ഇപ്പോൾ നീക്കം ചെയ്തിട്ടുണ്ട്. ഇതോടെ അമൃതയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന ആശങ്കയിലാണ് ആരാധകർ. ബാലയുമായുള്ള വിവാഹ ജീവിതത്തിൽ അമൃത ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിന് ചികിത്സ തേടുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പെട്ടെന്നിപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ബാലയ്ക്കെതിരെ നേരത്തെ തന്നെ ഗുരുതര ആരോപണങ്ങളാണ് അമൃത ഉയർത്തിയിരുന്നത്. കൊടിയ ശാരീരിക പീഡനമാണ് അമൃത നേരിട്ടത്. സഹിക്കാവുന്നത്രയും സഹിച്ചിട്ടും ഉപദ്രവം തുടർന്നതോടെ അമൃത ജീവനും കൊണ്ടോടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു. തനിക്ക് മുമ്പ് ബാല മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. അത് മറച്ചുവെച്ചാണ് അമൃതയെ വിവാഹം കഴിച്ചത്. അതേസമയം അമൃതയെ പോലെ തന്നെയാണ് ബാലയുടെ മൂന്നാം ഭാര്യയായ എലിസബത്തും അനുഭവിച്ചതെന്ന് വെളിപ്പെടുത്തി അമൃതയുടെ സുഹൃത്തായ കുക്കു കഴിഞ്ഞ ദിവസം വീഡിയോ പങ്കിട്ടിരുന്നു. അമൃത എലിസബത്തിനെ വിളിച്ചിരുന്നുവെന്നും അമൃതയെ പോലെ തന്നെ ജീവനുകൊണ്ട് അവരും ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നുമാണ് കുക്കു പറഞ്ഞത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റുമായി ബാല വീട്ടിൽ കയറി വന്നപ്പോൾ എലിസബത്തിന് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. നിനക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാമെങ്കിൽ മതി എന്ന് പറഞ്ഞപ്പോഴാണ് ആ പെൺകുട്ടി ഇറങ്ങിപ്പോയത്.